Welcome to Vivel Kyle Orikodi. Are you ready? Powered by Josco Jewelers. ഏറ്റവും വലിയ മോട്ടിവേഷൻ ദൈവമാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മുടെ റോൾ മോഡൽ ദൈവം ആകാറില്ല. ഒരു പക്ഷേ നമുക്ക് കണ്ടു പരിചയമുള്ള തൊട്ടടുത്ത ഒരാളാകാം. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായി നമ്മൾ ഇവിടെ 1 കോടി രൂപയാണ് വെച്ചിട്ടുള്ളത്. ഈ 1 കോടി രൂപ സ്വന്തമാക്കാൻ കഴിഞ്ഞ എപ്പിസോഡിൽ മത്സരാർത്ഥികൾ അനീഷും അനിലയായിരുന്നു. 1 കോടി നേടിയിട്ട് എന്താണ് നിങ്ങളുടെ സ്വപ്നം? എനിക്കൊരു വീട് വെക്കണം. വീട്ടില് കുക്ക് ചെയ്തോണ്ടിരുന്നപ്പം ഞാൻ അറിയാതെ പഞ്ചസാര ഇട്ടു കറിയില്. ഈ പുഴയും കുളിർ കാറ്റും മാനോടും മലക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ മർമരങ്ങൾ. അവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 8 ലക്ഷം രൂപ. 6ാമത്തെ ചോദ്യമാണ് നേരിടാൻ പോകുന്നത്. നമുക്ക് വീണ്ടും ഈ മത്സരത്തിലോട്ട് അവരെ ക്ഷണിക്കാം. അനീഷ് ആൻഡ് അനില. നമസ്കാരം. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. ഹായ് അനീഷ്. എന്തിന്റെ വിശേഷം? നല്ല വിശേഷം. ശബ്ദമൊക്കെ അങ്ങനെ തന്നെ ഉണ്ടോ? തീർച്ചയായിട്ടും. അതോ കുറെ തുക പോയതുപോലെ തന്നെ ശബ്ദവും പോയോ? അങ്ങനെ പോവില്ലല്ലോ. ശരി, അതുപോലെ ഉണ്ട്. ശരി കൊടുക്ക ഉണ്ട്. ഉണ്ടോ? തീർച്ചയായിട്ടും. ഓക്കെ, 8 ലക്ഷം രൂപ എന്റെ കയ്യിൽ തന്നിട്ടല്ലേ പോയത്? തീർച്ചയായിട്ടും. ഒരു ആൻസർ ഓപ്ഷൻ ഇന്നലെ ഓൾറെഡി പോയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴും നിലവിലുള്ളത് 3 ആൻസർ ഓപ്ഷൻസ് ആണ്. 6ാമത്തെ ചോദ്യമാണ് ഇനി നേരിടാൻ പോകുന്നത്. 6th ക്വസ്റ്റ്യൻ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അറിയാം എന്താന്ന്? തീർച്ചയായിട്ടും അറിയാം. അനീഷ് പറയൂ. സെമി ഫൈനൽ. യെസ്, അങ്ങനെ ഒരു പേരിടാ അല്ലേ? ഇതാണ് സെമി ഫൈനൽ. ഈ 8 ലക്ഷം രൂപ കെയർഫുൾ ആയി പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രോബബിലിറ്റി വളരെ ഹൈ ആണ്. 50%. അതിനൊരു പെർസെന്റേജ് ഇടണ്ട. Come on, let us give it more. So, are we ready? Yes. Okay, get your brains working. Let us play Vivel Kyle Orikodi. Are you ready? ആറാമത്തെ ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ് നോക്കാം. ചരിത്രം ഉണ്ടോ നോക്കാം അല്ലേ? ഓക്കെ, കാറ്റഗറീസ് ആർ ദിവസം, വർഷം. വർഷമാണ്. ദിവസമല്ല, വർഷം. വർഷമാണ് ചോസൻ കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് ആർ 448, 449, 450. ചോദ്യം: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എത്ര വർഷം മുൻപാണ് വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തിയത്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് ഇതാണ്: 448, 449, 450. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കൂ. Your timer has begun. വന്നത്. 98 വന്നു. 50 seconds remaining. 40 seconds remaining. 30 seconds remaining. ഉറപ്പാണോ? 1998 വന്നത്. 20 seconds. 8, 9, 17 അല്ലേ? 600, 900. 448 ഒന്നുമില്ല. 449 കയ്യിലുള്ള എല്ലാ 8 ലക്ഷവും വെച്ചിരിക്കുന്നു. 450 ഒന്നുമില്ല. Are you very sure? Yes, I am sure. Quick change option ഇല്ല കേട്ടോ. ഇല്ല. 1498 വാസ്കോ ഡ ഗാമ കാപ്പാട് ഇറങ്ങി. പ്ലസ് 8 + 9 7 in the unit place. That is 7 in the unit place in the 1947. വീണ്ടും മാത്സ്
യൂസ്ഫുൾ ആകുന്നു? ആണോ എന്ന് നമുക്ക് നോക്കാം. പ്ലീസ് സ്റ്റെപ്പ് ഫോർവേഡ്. ഇത് ശരിയായ ഉത്തരമാണെങ്കിൽ 7ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഇൻ ദ ഫൈനൽ ക്വസ്റ്റ്യൻ. 448 ഒന്നുമില്ല, 449 8 ലക്ഷം രൂപ, 480 ഒന്നുമില്ല. ടോപ്പ് ഓർ ഡ്രോ? Time for a punch again. 449. മാത്സ് നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. നിങ്ങളുടെ എന്തായിരുന്നു കാൽക്കുലേഷൻ ഒന്നും കൂടെ പറഞ്ഞേ? 1498 1498. ഓക്കെ. പ്ലസ് 449. 8 പ്ലസ് 9 17. 7 is in the unit place. അത് മാത്രം. That is the same in the year 1947. Yes, 1947. So all you needed to do was calculate the unit place, അല്ലേ? അത് മാത്രം നോക്കിയാൽ പോരെ. എസ്പെഷ്യലി 3 ആൻസർ ഓപ്ഷൻസ്. വേറെ മാത്സ് ഒന്നും നോക്കണ്ടല്ലോ. അത് മാത്രം നോക്കിയിട്ട് പെട്ടെന്ന് ആൻസർ പറഞ്ഞു. നൈസ്. ഐ ലൈക്ക് ദാറ്റ് മൂവ്. ഇനി 7ാമത്തെ ചോദ്യം 8 ലക്ഷവുമായി അല്ലേ? റെഡിയാണോ? ഫൈനൽ. ഇതും മാത്സ് ബേസ്ഡ് ആയിരിക്കുമോ? വാട്ട് ഡു യു തിങ്ക്? വാട്ട്സ് യുവർ ഗട്ട് ഫീലിംഗ്? പ്രാർത്ഥിക്കുന്നു. I am praying to God. All right. Before we move on, ഇന്നത്തെ പ്രേക്ഷകരുടെ ആൻസർ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ യു എ ഖാദർ, ഓപ്ഷൻ ബി സി വി രാമൻ പിള്ള, സി എം മുകുന്ദൻ ആൻഡ് ഡി ഒ വി വിജയൻ. ചോദ്യത്തിന് സമയമായിട്ടില്ല, കണ്ടുകൊണ്ടിരിക്കൂ. അനീഷിനോട് ഒരു ചോദ്യം. വാട്ട് വാസ് യുവർ മോട്ടിവേഷൻ ടു ടേക്ക് മാത്സ് ആസ് യുവർ മെയിൻ സബ്ജക്ട്? എങ്ങനെയാണ് മാത്സിനോട് ക്രേസ് തുടങ്ങിയത്? Up to 7th standard എനിക്ക് യാതൊരു ബേസും ഉണ്ടായിരുന്നില്ല മാത്തമാറ്റിക്സ്. മിക്കവാറും ഞാൻ പറയാൻ കാണിക്കാതെ തന്നെ ഞാൻ പറയുകയാണ്, മാത്സിന് ടെസ്റ്റ് പേപ്പർ ഇട്ടാൽ മിക്കവാറും ഞാൻ ഫെയിൽഡ് ആയിരുന്നു. ഒരു ടീച്ചർ, ഞങ്ങൾ പഠിപ്പിക്കാൻ വന്ന ഒരു ടീച്ചർ എന്നെ മാക്സിമം എൻകറേജ് ചെയ്തു. കഴിയും, ഈ കാലത്ത് പറ്റാത്തതായിട്ടൊന്നുമില്ല, തീർച്ചയായിട്ടും കഴിയും, നമ്മളൊന്നും മനസ്സ് വിചാരിക്കും എന്ന് മാത്രം പറഞ്ഞു. അവിടെ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടി. ആ ടീച്ചറിന്റെ പേരെന്താണ്? അനില. ദ സെയിം നെയിം. അത് ഇവിടെ ഒന്ന് ഷോ ഒന്ന് പൊരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ അതോ ശരിക്കും? കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വേണ്ടി ഞാൻ അതുവരെ ഞാൻ മാത്സിൽ വളരെ വീക്കായിരുന്നു. വളരെ വീക്ക്. ബാക്കിയുള്ള സബ്ജക്റ്റിൽ ഞാൻ മുന്നിലായിരുന്നെങ്കിൽ പോലും മാത്സിൽ മാത്രം ഞാൻ വളരെ വീക്കായിരുന്നു. അറിയാം, കാരണം പല കുട്ടികളും ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് മാത്സ്. പക്ഷെ അവിടെ നിന്ന് ഞാൻ എനിക്ക് പഠിക്കണം എന്നൊരു ആഗ്രഹം കയറി അവിടെ ഞാൻ മുന്നേറുവാണ് ചെയ്തത്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് മാത്സിൽ ഒരു ഇൻട്രസ്റ്റ് വരാൻ തന്നെ കാരണം എൻ്റെ അമ്മ മാത്സ് മെയിൻ ആണ്. ഐ നോ ഷീ ടീച്ചേഴ്സ് വെരി വെൽ. ഹർ നോളജ് ഇൻ മാത്സ് മാത്രമല്ല, അത് ആ നോളജ് സ്പ്രെഡ് ചെയ്യുന്നതിലും ഷീ ഈസ് വെരി കേപ്പബിൾ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അതിലൊരു ഇൻട്രസ്റ്റ് വന്നത്. അല്ലെ ജന്മനാളുള്ള ഇൻട്രസ്റ്റ് ഒന്നുമല്ല. ഇങ്ങനെ മിക്ക കുട്ടികളുടെയും ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് വിത്ത് എ ഗുഡ് ടീച്ചർ ആൻഡ് ദ റൈറ്റ് ടീച്ചർ അവർ ശരിയായ വഴിയിലൂടെ ആ കുട്ടികളെ നിയന്ത്രിച്ചിട്ടുണ്ട് ടുവേർഡ്സ് ലൈക്കിംഗ് മാത്സ്. സോ അങ്ങനെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസും അല്ലേ? തീർച്ചയായിട്ടും. വണ്ടർഫുൾ. സീ ഹൗ അതുകൂടാതെ ഞാൻ ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പ് എന്റെ സ്വയം തൊഴിൽ എന്ന് പറയുന്നത് ട്യൂഷനായിരുന്നു. ട്യൂഷനായിരുന്നു. അതിന് പ്രധാനമായിട്ട് +1 +2 കുട്ടികൾക്കാണ് ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്നത്. അതിൽ ഞാൻ ഒരുമാതിരി വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിചാരം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ച മിക്കവാറും ഒരു 80% കുട്ടികളും ഫെയിൽ ആവാതെ തന്നെ കയറി വന്നിട്ടുണ്ട്. കാരണം പ്രധാനമായിട്ടും മാത്സിൽ ഒരുപാട് ബിലുവായിട്ട് കിടന്ന കുട്ടികളെ പോലും എനിക്ക് ജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു സന്തോഷം. എനിക്ക് അതിലാണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. പൈസ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ അതിലാണ്. എൻ്റെ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? മാത്സ് ഇസ് ദ ഓൺലി സബ്ജക്ട് നിങ്ങൾക്ക് 100 on 100 ഹയർ ക്ലാസ്സിലും കിട്ടാൻ പറ്റിയ ഏക സബ്ജക്ട് അതാണ്. കം ഓൺ, ക്ലാപ്സ് ടു മാത്സ്. നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യനിലേക്കല്ലേ പോകുന്നത്? തീർച്ചയായിട്ടും. ഫൈനലിലേക്കല്ലേ പോകുന്നത്? അതെ. ലാസ്റ്റ് ലാപ്പ്. ലാസ്റ്റ് ലാപ്പ് ഒന്ന് കാണിച്ചേ. ലാസ്റ്റ് ലാപ്പ്. ഓക്കെ, പക്ഷേ ഒരു ചേഞ്ച് ഉണ്ട്. അതറിയാമല്ലോ എന്താണെന്ന്? അറിയാം. ഒരു ഓപ്ഷനോടെ കട്ട് ആവും. ഓക്കെ, നമ്മുടെ ഗെയിം പൊസിഷൻ എങ്ങനെയാണ്? 8 ലക്ഷവുമായി 7ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് ഒരു ആൻസർ ഓപ്ഷന് 2 ആൻസർ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. വി ഹാവ് 8 lakhs in hand. 8 ലക്ഷം നല്ല തുകയാണ്. ഒരു ആൻസർ ഓപ്ഷന്റെ മുകളിൽ വെക്കാൻ പറ്റുള്ളൂ. ഞാൻ പെർസെന്റേജ് ഇടുന്നില്ല കേട്ടോ ഇതില്. ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. You have to get 100%. It has to become yours.
ഒരു ആൻസർ ഓപ്ഷൻ ഫ്രീ ആക്കി വെക്കണം. ദ ടൈം റിമെയിൻസ് ദ സെയിം 60 സെക്കൻഡ്സ് ആണ്. ഇതിലൊരു ക്വിക്ക് ചേഞ്ച് ഒന്നും ഇല്ല. അവസാനത്തെ ഒരു ചോദ്യം കൂടെ. Are you ready for the last and final categories? Yes. Wishing you the best. Categories are Rasool Pookutti, Nirupama Rao. റസൂൽ പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടി. Rasool Pookutti ആണ് selected category. Answer options are sound recording, sound mixing. ചോദ്യം. റസൂൽ പൂക്കുട്ടി ഓസ്കർ പുരസ്കാരം നേടിയ വിഭാഗം. ആൻസർ ഓപ്ഷൻസ് സൗണ്ട് റെക്കോർഡിംഗ്, സൗണ്ട് മിക്സിംഗ്. ആലോചിച്ച് തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കുന്നു. ഇറ്റ്സ് യുവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 50 seconds. വായിച്ചോ. 40 seconds remain. ശബ്ദതാരാപദം. ശബ്ദതാരാപദം എന്നാണ് ആത്മകഥയുടെ പേര്. ശബ്ദതാരാപദം. 30 seconds. ശബ്ദതാരാപദം എന്നാണ് ആത്മകഥയുടെ പേര് ഈ റസൂൽ പൂക്കുട്ടിയുടെ. അപ്പൊ അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതിൽ? ശബ്ദതാരാപദം. താരാപഥം. പോലും ഞാൻ 9. സൗണ്ട് റെക്കോർഡിംഗിൽ ഒന്നുമില്ല, സൗണ്ട് മിക്സിംഗിലാണ് 8 ലക്ഷം രൂപ വെച്ചിട്ടുള്ളത്. അറിയുന്ന ചോദ്യമാണോ? അറിയുന്ന ഉത്തരമാണോ? ഡൗട്ട് ഉണ്ടായിരുന്നു. ഡൗട്ടുണ്ട്. ഇത് വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓസ്കാർ കിട്ടിയ ഇപ്പൊ അദ്ദേഹത്തിന്റെ എന്റെ സ്വന്തം നാട്ടിലാണ് ഇദ്ദേഹത്തിന്റെ നാട്, കൊല്ലം. യെസ്, അഞ്ചലാണ്. അഞ്ചലാണ്. പിന്നെ അതപ്പോ അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയുണ്ട്, ശബ്ദതാരാപദം. അങ്ങനെ അതാണ് തോന്നുന്നു. അങ്ങനെ അറിയാം. അല്ലാതെ എനിക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇപ്പൊ അത് ഡൗട്ടായി വരുന്നില്ല. ആ രണ്ട് വേർഡ്സ് ഡൗട്ട് ആണല്ലേ? രണ്ടും സൗണ്ട് ആണ്, റെക്കോർഡിംഗ് ആണോ, മിക്സിംഗ് ആണോ? സൗണ്ട് ഇങ്ങനെ വന്നേക്കുന്നുണ്ട്, എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഇനിയിപ്പോ സൗണ്ട് റെക്കോർഡിംഗ് ആണെങ്കിൽ ഒന്നുമില്ലാതെ ഇല്ല. സൂര്യ TV തരുന്ന 1 ലക്ഷം രൂപയുണ്ട്. സൗണ്ട് റെക്കോർഡിംഗ് ഇപ്പോഴും 1 ലക്ഷം രൂപയുണ്ട്. സൗണ്ട് മിക്സിംഗിൽ നിങ്ങളുടെ 8 ലക്ഷം രൂപ. വലിയ ഡിഫറൻസ് ആണ് 7 ലക്ഷം രൂപയുടെ. ഭയങ്കര ഡിഫറൻസ് ആണ്. ഭയങ്കര കാൽക്കുലേഷൻ വെച്ചിട്ടല്ലേ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും. നമുക്ക് നോക്കാം. പ്ലീസ് സ്റ്റെപ്പ് ഫോർവേഡ്. Your last and final question was റസൂൽ പൂക്കുട്ടി ഓസ്കർ പുരസ്കാരം നേടിയ വിഭാഗം ഏതെന്ന്. ആൻസർ ഓപ്ഷൻസ് സൗണ്ട് റെക്കോർഡിംഗ്, അതിൽ 1 ലക്ഷം രൂപ നമ്മൾ തരുന്നത്. ആൻഡ് സൗണ്ട് മിക്സിംഗ്, അനില ആൻഡ് അനീഷ് കോൺഫിഡന്റ് ആയിട്ട് 8 lakhs വെച്ചിരിക്കുന്നത് സൗണ്ട് മിക്സിംഗിലാണ്. Top or drop? താങ്ക് യു മാഡം. 8 ലക്ഷം രൂപ. ഇത് ഇനി ഇവിടെ വെക്കാൻ പാടില്ല. കമാൻ, എന്നെ ഒന്ന് സഹായിക്കൂ. നമ്മുടെ പ്രൈസ് മണി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ധാത്രിയാണ്. ദാ അനില, കൺഗ്രാറ്റുലേഷൻ. അയ്യോ, ഈ എക്സൈറ്റ്മെന്റിൽ എന്താ ഇപ്പൊ പറയാനുള്ളത്? പെട്ടെന്ന് പറഞ്ഞോ. എനിക്ക് പറയാൻ വാക്കുകളില്ല. പുറത്തേക്ക് വരുന്നില്ല. ദൈവം ഉണ്ടെന്നുള്ളതിന്റെ 100% ഉറപ്പ്. എന്തായാലും ഇതിൽ നിന്ന് ഒരു ചെറിയ തുക ദൈവത്തിന് എന്തായാലും സമർപ്പിക്കാം. തീർച്ചയായിട്ടും. വീട്ടിലാണെങ്കിലും അത് വീട്ടിൽ മാറ്റി വെച്ചാൽ മതി. സോ ദാറ്റ് ഇസ് വൈ യു ആർ ബ്ലെസ്ഡ് വിത്ത് 8 lakhs റൈറ്റ് നൗ. അത് മാത്രല്ല, സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറയുന്നു അനിലയുടെ. അനിലക്കുട്ടി ചിരിച്ചോ? നീ നന്നായി ചിരിച്ചോ. ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല. ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ട് വിവലിന്റെ വക. ഇതാ
ആൻഡ് ജോസ്കോ ജുവല്ലേഴ്സ് നൽകുന്ന 10,000 രൂപയുടെ ഗോൾഡ് ഗിഫ്റ്റ് വൗച്ചർ. ആൻഡ് ഫ്രാൻസിസ് ആലൂക്കാസ് നൽകുന്ന 10,000 രൂപയുടെ ഡയമണ്ട് ഗിഫ്റ്റ് വൗച്ചർ. Now God is in your favor. Any future മംഗളമായിരിക്കട്ടെ. So നമ്മുടെ അടുത്ത മത്സരാർത്ഥികളെ നമുക്ക് വെൽക്കം ചെയ്യുന്നതിന് മുമ്പ് let us go for a short break. എന്റെ കൂടെ പറയോ? Okay. From വിവൽ കയ്യിൽ 1 കോടി. Are you ready? Welcome back to വിവൽ കയ്യിൽ 1 കോടി. Are you ready? Powered by Josco Jewellers. 1 കോടി രൂപ ഇതാ വീണ്ടും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഇത് സ്വന്തമാക്കാൻ ആരാ നമ്മുടെ അടുത്ത മത്സരാർത്ഥികൾ? അവരുടെ പേരാണ്, എന്റെ സിസ്റ്റേഴ്സ് ആണ്. അവരുടെ പേരാണ് സംഗീത ആൻഡ് ആര്യ ഫ്രം പാല. സ്വാഗതം ചെയ്യാം അവരെ. ഹായ്. ഹായ് ആര്യ. പറയൂ, എന്തിന്റെ വിശേഷം? നല്ല വിശേഷം. പാലയിൽ നല്ല വിശേഷാണോ? വളരെ നല്ല വിശേഷം. ചൂടുണ്ടോ അവിടെ? ചൂടുണ്ട്, മഴയുണ്ട്, എല്ലാം ഉണ്ട്. എന്താണ് നിങ്ങൾ രണ്ടുപേരുടെയും ഡ്രീം? 1 കോടിയും കൊണ്ടുപോകണം എന്നാണ് ഡ്രീം. രണ്ടുപേരും സിസ്റ്റേഴ്സ് ആയിട്ട് വളർന്നു വരുമ്പോഴേ ഉള്ള ഡ്രീമാണോ ഈ 1 കോടി രൂപ? അല്ലല്ലോ. അല്ലല്ല, എന്തായിരുന്നു ചെറുപ്പം മുതലുള്ള വലിയ സ്വപ്നം? എന്താ വലിയ സ്വപ്നം? എനിക്കൊരു ടീച്ചർ ആവണമെന്നായിരുന്നു ആഗ്രഹം. ഓക്കെ, ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ LD ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു മീനച്ചിൽ താലൂക്കില്. ഓക്കെ, ആര്യ എന്ത് ചെയ്യുന്നു? എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാനൊന്നുമില്ല, സമയം കളഞ്ഞോണ്ടിരിക്കുക. എന്താ ഇപ്പം പഠിത്തം കഴിഞ്ഞോ? പഠിത്തം കഴിഞ്ഞു. ഇപ്പൊ ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുകയാണ്. എന്താണ് പഠിച്ചത്? BSc മാത്സ് ആയിരുന്നു. മാത്സ്. അനദർ മാത്സ് സ്പെഷ്യലിസ്റ്റ് ബാക്ക് ടു ബാക്ക് വരികയാണ്. അത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? പ്രൈവറ്റ് ഫേം എന്ന് പറഞ്ഞു. കോമ്പറ്റേറ്റീവ് എക്സാം കോച്ചിങ് സെന്റർ ആണ്. ഓൾറൈറ്റ്, ദാറ്റ്സ് വെരി നൈസ്. സോ ഡ്രീം പറഞ്ഞില്ല, 1 കോടി രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തീരുമാനം എടുക്കണ്ട. പക്ഷേ ഈ 1 കോടി രൂപ നിങ്ങളുടേതാണ്. എന്താ ചെയ്യാൻ പറ്റുക? ഇനി വലിയ സ്വപ്നം കണ്ടേ പറ്റൂ. അതുകൊണ്ട് വരൂ. കം, ഈ 1 കോടി രൂപ ഈ 1 കോടി രൂപ നിങ്ങളുടെ സ്വന്തം. നമ്മുടെ പ്രൈസ് മണി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ധാത്രിയാണ്. ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്റെ